സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനം അധികാരത്തിലേറി 9 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ പാലിച്ചില്ല. സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് ജീവനക്കാർ. പങ്കാളിത്ത പെൻഷൻ വഴി കിട്ടുന്നത് തുച്ഛമായ തുക. വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ലെന്ന് പരാതി. 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിച്ചവരെയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അതിനുശേഷം ഇടതുപക്ഷം ഭരണത്തിലേറി 9 വർഷം പിന്നിട്ടിട്ടും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, ആനുകൂല്യങ്ങൾ തടഞ്ഞ് ദ്രോഹിക്കുകയാണെന്നും വിരമിച്ച ജീവനക്കാർ ആരോപിക്കുന്നു. ശമ്പളത്തിന്റെ 10% നാഷണൽ പെൻഷൻ സ്കീമിൽ നിക്ഷേപിക്കുന്നുണ്ട്. തുല്യമായ തുക സർക്കാരും നൽകും. ഈ വിഭാഗത്തിലുള്ള ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60ആയും വർദ്ധിപ്പിച്ചിരുന്നു. പെൻഷൻ ഭാരം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ച നടപടിയെ തുടർന്നാണ് സംസ്ഥാനത്തും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയത്. പങ്കാളിത്ത പെൻഷനിൽ 10% സർക്കാർ വിഹിതമുള്ളൂ. വിരമിച്ച ശേഷം നല്ലൊരു ശതമാനം ജീവനക്കാർക്കും നാമമാത്രമായ പെൻഷനെ ലഭിക്കുന്നുള്ളൂ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാണ് LDFന്റെ പ്രഖ്യാപിത നയമെങ്കിലും പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പിന്മാറാൻ പ്രായോഗിക തടസ്സങ്ങളുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നായിരുന്നു 2016ലെയും 2021ലെയും LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ ഇതുവരെയും അതിൽ തീരുമാനമായിട്ടില്ല. വർഷങ്ങളായി ജോലിയെടുത്തിട്ടും പലർക്കും പെൻഷനായി ലഭിക്കുന്നത് 2000 രൂപയിൽ താഴെ മാത്രമാണ്. ലഭിക്കുന്ന ഈ തുച്ഛമായ തുക കൊണ്ട് യാതൊരു വിധത്തിലും ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് വിരമിച്ച ജീവനക്കാർ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും പെൻഷനായി കിട്ടുന്നത് തുച്ഛമായ തുകയാണെന്നാണ് ജീവനക്കാരുടെ പരാതി. പെൻഷനായി കിട്ടുന്ന തുക കൊണ്ട് ജീവിതം എങ്ങനെയും തള്ളി നീക്കാൻ സാധിക്കില്ലെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. ഈ NPS-കാരന് മറ്റൊരു കടയിൽ പോയാൽ OPS-കാരന് അരി വാങ്ങുമ്പോൾ NPS-കാരന് NPS-കാരൻ്റെ കാർഡ് കാണിച്ചു കൊടുത്താൽ 1 കിലോ അരി കിട്ടില്ല. ഒരു 900 അല്ലെ 1000-ന് ചോട പെൻഷനുള്ള ഒരാൾ എങ്ങനെ മരുന്ന് വാങ്ങും, എങ്ങനെ അരി വാങ്ങും? ഈ കേരളം മാത്രമാണ് DCRG പോലും കൊടുക്കാത്തത്. എല്ലാ ഓണത്തിനും SNPSC-കാർ തരുന്ന കിറ്റാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ പട്ടിണി മാറ്റുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഈ വേദന ഞങ്ങൾ ആരോടാ പറയേണ്ടത്? ഒരുപാട് പൈസയൊന്നും വേണ്ട. ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന്, ഒരു നേരത്തെ മരുന്നിന് വേണ്ടി മാത്രമാണ് നമ്മൾ പൈസ ചോദിക്കുന്നത്, വേറൊരു കാര്യം ചോദിക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളെങ്ങനെ തെരുവിലിറക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണം? 1809 രൂപ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമുണ്ട്. കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ, ആശുപത്രി പോകണമെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ, ആരോടും കടം മേടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം വളരെ കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗവൺമെൻറ് ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് എല്ലാ ജീവനക്കാർക്കും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നടങ്കം വിതരണം ചെയ്തുകൊണ്ട് NPS പിൻവലിച്ച് OPS നടപ്പിലാക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. 3 ലക്ഷത്തോളം രൂപ ഞങ്ങളെ പൈസ പിടിച്ചിട്ടിട്ട് അതിൻ്റെ ആനുറ്റിയായിട്ട് ഞങ്ങൾക്ക് തരുന്നത് വെറും 1615 രൂപ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും പോലും 1600 രൂപ നൽകുമ്പോൾ ഒരു സർവീസിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന രൂപ ഇത്രയാണ്. ശമ്പളം മേടിച്ചത് മാത്രമേ ഉള്ളൂ, മിച്ചല്ല നമുക്ക് യാതൊരുവിധ പൈസയുള്ള ഒരു ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ നടക്കാനും പോകാനൊന്നും വയ്യ. നല്ല ആരോഗ്യം വളരെ കുറവാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് എന്തെങ്കിലും ഒരു തൂപ്പി ജോലിക്കൊന്ന് ചോദിച്ചാൽ പോലും ആരും തരാത്തൊരവസ്ഥയാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ആതിര, നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച പദ്ധതിയാണ്. അത് LDF സർക്കാർ ഒഴിവാക്കാമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ് അധികാരത്തിലേറുന്നത്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അതിലൊരു തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ജീവനക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങളൊക്കെ സർക്കാർ പരിഗണിക്കുമെന്ന് കരുതാമോ? 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്. പക്ഷേ അതിനുശേഷം LDF സർക്കാർ 2 തവണ അധികാരത്തിലേറുമ്പോഴും നൽകിയ വാഗ്ദാനം ഈ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കാമെന്ന് ജീവനക്കാർക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു മുന്നിൽ വലിയ തടസ്സങ്ങളുണ്ട് എന്നൊക്കെയാണ് ഈ സർക്കാരിൻ്റെ വാദം. ഇത്തരം വാദമുഖങ്ങൾ നിലനിർത്തുമ്പോഴും ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ നാമമാത്രമായ തുക മാത്രമാണ് ഈ ജീവനക്കാർക്ക് പെൻഷൻ തുകയായി പങ്കാളിത്ത പെൻഷൻ സ്കീമിലൂടെ ലഭിക്കുന്നത്. പലർക്കും 2000-ൽ താഴെ മാത്രമാണ് പെൻഷൻ തുകയായി ലഭിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഈ 2000-ൽ താഴെ മാത്രം തുക കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ജീവനക്കാരുള്ളത്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിക്കാൻ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നതിൽ സംശയമാണ് അവർക്കുള്ളത്. അതിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ ജീവനക്കാർക്ക് ആവശ്യപ്പെടാനുള്ളത്.
അത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയർത്തിയിട്ടും ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. പക്ഷേ ഈ ഒരു സമയങ്ങളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ അവർ ഈ വാഗ്ദാനവുമായി വീണ്ടും രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്ന ഈ വാഗ്ദാനങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ജീവനക്കാരുള്ളത്. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കാനുള്ളൊരു ആലോചനയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകം മാത്രമാണ് എന്നതാണ് ജീവനക്കാരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരാണ്, വർഷങ്ങളോളം 10-15 വർഷം ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാരാണ്. അവർക്ക് ഈ ജോലിക്ക് ശേഷം വിരമിച്ചതിന് ശേഷം അവർക്കൊരു ആനുകൂല്യം ലഭിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായിട്ടുള്ള ഒരു തുക അവരുടെ കയ്യിൽ കിട്ടണം. പെൻഷനായി ഒരു മാസം ജീവിക്കാനുള്ള തുകയാണ്. അതുകൊണ്ട് തന്നെ മാന്യമായിട്ടുള്ള ഒരു തുകയാണ് അവർക്ക് വേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. അത് സർക്കാർ കേൾക്കണമെന്നാണ് അവർക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ആതിര പറഞ്ഞ പോലെ തന്നെ പെൻഷൻ പറ്റിയ ജീവനക്കാരാണ്. അത് സർക്കാർ അവർക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. അത് നടപ്പാക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ.